ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മുടെ BPT, കോൺവേർട്സ് ഓഫ് BPT, രണ്ട് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രൂഫും പഠിച്ചു. അതിനുശേഷം നമ്മുടെ ആ രണ്ട് തിയറത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത സെക്ഷനാണ് സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ്. സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ്. ഓക്കെ, നിങ്ങള് സിമിലർ എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ആ വേർഡ് നിങ്ങൾക്ക് പരിചയമായിരിക്കും. നമുക്ക് അതിന് മുമ്പ് നമുക്ക് 9th നിങ്ങളൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ, ട്രയാങ്കിൾസിന്റെ എന്താണ് കോൺഗ്രുവൻസി എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. കോൺഗ്രുവൻസി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. കോൺഗ്രുവൻസി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫിഗേഴ്സ് കോൺഗ്രുവന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം? ആ രണ്ട് ഫിഗേഴ്സ് എന്തായിരിക്കണം? സെയിം ഷേപ്പും ആയിരിക്കണം, സെയിം സൈസും ആയിരിക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ രണ്ട് ട്രയാങ്കിൾ അല്ലെങ്കിൽ രണ്ട് ട്രയാങ്കിൾ അല്ല, രണ്ട് ഫിഗർ, ട്രയാങ്കിളിന്റെ ഏത് ഫിഗർ ആയിരുന്നാലും രണ്ട് ഫിഗർ കോൺഗ്രുവന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ടിന് സെയിം ഷേപ്പും ആയിരിക്കണം, സെയിം സൈസും ആയിരിക്കണം അല്ലെ. ഇനി എന്താണ് സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് ഫിഗേഴ്സ് സിമിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് ഫിഗേഴ്സ് എന്തായിരിക്കണം? സെയിം ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? രണ്ട് ട്രയാങ്കിൾസ് എന്താണെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ രണ്ട് ഫിഗേഴ്സ് എന്താണെന്ന് പറയാൻ പറ്റും? സിമിലർ ആണെന്ന് പറയാൻ പറ്റും അല്ലെ. ഓക്കെ, ഇപ്പൊ സിമിലർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെയിം ഷേപ്പ് വന്നാൽ മതി. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം പറയാൻ പറ്റും. എന്തെന്ന് പറയാൻ പറ്റും? ഓൾ കോൺഗ്രുവന്റ് ഫിഗേഴ്സ് ആർ എന്തെന്ന് പറയാൻ പറ്റും? സിമിലർ എന്ന് പറയാൻ പറ്റും അല്ലേ. അല്ലേ, നമുക്ക് തിരിച്ച് പറയാൻ പറ്റുമോ? എല്ലാ സിമിലർ ഫിഗേഴ്സും കോൺഗ്രുവന്റ് ആയിരിക്കുമോ? കോൺഗ്രുവന്റ് ആണെങ്കിൽ എന്തായിരിക്കണം? സിമിലർ ആവുന്ന ഒരു കണ്ടീഷൻ പോലെ രണ്ട് കണ്ടീഷൻ വേണം അല്ലെ. സെയിം ഷേപ്പും ആയിരിക്കണം, സെയിം സൈസും ആയിരിക്കണം. അപ്പൊ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, എല്ലാ കോൺഗ്രുവന്റ് ഫിഗേഴ്സും സിമിലർ ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ എല്ലാ സിമിലർ ഫിഗേഴ്സ് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല, കോൺഗ്രുവന്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ നമുക്ക് 9th പഠിച്ച ആ കോൺഗ്രുവൻസിയുടെ ഒരു ബേസിക്കിലേക്ക് നമുക്ക് പോവാം. കോൺഗ്രുവൻസി നമുക്ക് എന്താണെന്നുള്ള ട്രയാങ്കിൾസിന്റെ കോൺഗ്രുവൻസിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പോവാം. 9th ഡിസ്കസ് ചെയ്ത ഒരു സെക്ഷനാണ് ട്രയാങ്കിൾസിന്റെ കോൺഗ്രുവൻസി എന്നുള്ളത് അല്ലെ. അപ്പൊ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ABC എന്ന് പറയുന്ന ട്രയാങ്കിളും ഉണ്ട്, PQR എന്ന് പറഞ്ഞ ട്രയാങ്കിളും ഉണ്ട് അല്ലെ. ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെങ്കിലുള്ള കണ്ടീഷൻ എന്തായിരിക്കണം? അതായത് കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. എന്തായിരിക്കണം? ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരിക്കണം? കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം അല്ലെ. കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം അല്ലെ. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എന്തായി കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, ABD കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവിടുത്തെ സൈഡ്സ് ഏതാണ്? PQ അല്ലെ. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ്, ട്രയാങ്കിൾ ABC കോൺഗ്രുവൻസി സൈൻ എല്ലാവർക്കും അറിയാലോ. ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ട്രയാങ്കിൾ PQR ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? എന്തായിരിക്കും? ദെൻ എന്തൊക്കെ ഈക്വൽ ആയിരിക്കും? കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലെ. AB ഈക്വൽ ടു PQ, BC ഈക്വൽ ടു QR, AC ഈക്വൽ ടു എന്ന് എഴുതാം, PR എന്ന് എഴുതാം. അതേപോലെ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P, ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q, ആംഗിൾ C ഈക്വൽ എന്ന് എഴുതാം, ആംഗിൾ R എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അപ്പം ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെന്ന് പറയാൻ പറ്റും. ശരിക്കും നമ്മള് കഴിഞ്ഞ വർഷം കുറച്ച് ക്രൈറ്റീരിയാസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് ഈ ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതെ ഇതിനകത്ത് ഏതെങ്കിലും 3 സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും 3 അല്ല, നമ്മൾ പറയുന്നത് സ്പെസിഫൈ ചെയ്തിട്ടുള്ള നമ്മൾ 3 സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് ട്രയാങ്കിൾ എന്താണെന്ന് പറയാൻ പറ്റും? കോൺഗ്രുവന്റ് ആണെന്ന് പറയാൻ പറ്റും. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒന്നാമത്തത് ഏതാണ് പഠിച്ചത് അല്ലെ? ഒന്നാമത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഏതാണ് പഠിച്ചത്? SSS ക്രൈറ്റീരിയ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് SSS ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രണ്ട് ട്രയാങ്കിളിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ, 3 സൈഡ്സ് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? രണ്ട് ട്രയാങ്കിൾ എന്താണെന്ന് പറയാൻ പറ്റും? കോൺഗ്രുവന്റ് ആണെന്ന് പറയാൻ പറ്റും അല്ലെ. SS എന്ന് പറഞ്ഞാൽ സൈഡ്. അതായത് ഈ കറസ്പോണ്ടിങ് സൈഡ്സ് ഏതൊക്കെയാണ്? AB ഈക്വൽ ടു PQ, BC ഈക്വൽ ടു QR, AC ഈക്വൽ ടു PR. ദെൻ എനിക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? ട്രയാങ്കിൾ ABC കോൺഗ്രുവന്റ് ടു എന്തെന്ന് എഴുതാൻ പറ്റും? ട്രയാങ്കിൾ PQR നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ SSS ക്രൈറ്റീരിയ പഠിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ പഠിച്ചിട്ടുണ്ട്, SAS ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ. സൈഡ് ആംഗിൾ സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രൈറ്റീരിയ പഠിച്ചിട്ടുണ്ട്. എന്താണ് സൈഡ് ആംഗിൾ സൈഡ് എന്ന് പറഞ്ഞേക്കുന്നത്? രണ്ട് സൈഡും ആ രണ്ട് സൈഡിന് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആംഗിളും ഈക്വൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. രണ്ട് സൈഡും എന്താണ് കറസ്പോണ്ടിങ് സൈഡ്സും ആ രണ്ട് കറസ്പോണ്ടിങ് സൈഡ്സിന് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആംഗിളും ആ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് ട്രയാങ്കിളും എന്തായിരിക്കും? കോൺഗ്രുവന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR. ഓക്കെ, ഞാൻ പറയണേ AB ഈക്വൽ ടു PQ എന്ന് പറയുന്നു, ഓക്കെ, AC ഈക്വൽ ടു PR എന്ന് പറയുന്നു അല്ലെ.
അപ്പം അങ്ങനെ നോക്കി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എ ബി ഈക്വൽ ടു പി ക്യൂ എന്ന് കിട്ടി, എ സി ഈക്വൽ ടു പി ആർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ പി ക്യൂ ആർ ആണെന്നുണ്ടെങ്കിൽ പറയണം എസ് കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം, ആ രണ്ട് സൈഡിനും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആംഗിൾ അല്ലെ, എ ബിക്കും എ സിക്കും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്, ആംഗിൾ എ ആണ്. ഓക്കെ, അതേപോലെ പി ക്യൂനും പി ആറിനും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്, ആംഗിൾ പി ആണ്. ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം അല്ലെ. അതായത് ആംഗിൾ എ ഈക്വൽ ടു എന്തായിരിക്കണം, ആംഗിൾ പി ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാംഗിൾ എന്തായിരിക്കും, കോൺഗ്രുവന്റ് ആയിരിക്കും. ഏത് കോൺഗ്രുവൻസി അനുസരിച്ച്, SAS കോൺഗ്രുവൻസി അനുസരിച്ച് ഈ രണ്ട് ട്രയാംഗിൾ എന്തായിരിക്കും, കോൺഗ്രുവന്റ് ആയിരിക്കും അല്ലെ. പിന്നെ നമ്മൾ ഏത് പഠിച്ചു, AAS എന്ന് പറഞ്ഞൊരു കോൺഗ്രുവൻസി പഠിച്ചു അല്ലെ. AAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആംഗിൾ സൈഡ്. ആംഗിൾ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആംഗിളും ഏതെങ്കിലും ഒരു സൈഡും ഈക്വൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, രണ്ട് ട്രയാംഗിൾ എന്താണെന്ന് പറയാൻ പറ്റും, കോൺഗ്രുവന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും അല്ലെ. അതായത് if angle A equal to angle P, angle B equal to angle Q and AC equal to PR, then എന്തെന്ന് എഴുതാൻ പറ്റും, ട്രയാംഗിൾ ABC കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ എന്തെന്ന് എഴുതാൻ പറ്റും, PQR എന്ന് എഴുതാം. നാലാമതൊന്നും പഠിച്ചായിരുന്നു, ഈ ASന്റെ തന്നെ വേറെ ഒന്നാം ASA എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ പഠിച്ചായിരുന്നു അല്ലെ, ആംഗിൾ സൈഡ് ആംഗിൾ അല്ലെ. ആംഗിൾ സൈഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ആംഗിളും അതിന് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സൈഡും ഈക്വൽ ആയി കഴിഞ്ഞാൽ രണ്ട് ട്രയാംഗിളും എന്തായിരിക്കും, കോൺഗ്രുവന്റ് ആയിരിക്കും അല്ലെ. അതായത് ഈ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി അല്ലെ, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ. ഓക്കെ, ആംഗിൾ എ ഈക്വൽ ടു പി, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ. പിന്നെ ഏതുണ്ട്, എ ബിയും പി ക്യൂ എന്താണ്, ഈക്വൽ ആണെങ്കിൽ എന്താന്ന് പറയാൻ പറ്റും. Therefore triangle ABC congruent to എന്തെന്ന് എഴുതാൻ പറ്റും, ട്രയാംഗിൾ PQR നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് റൈറ്റ് ആംഗിളിന്റെ കേസിൽ നമ്മുടെ വേറൊരു കോൺഗ്രുവൻസി പഠിച്ചായിരുന്നു, ഏതാണ്, RHS എന്ന് പറഞ്ഞ ഒരു കോൺഗ്രുവൻസി പഠിച്ചായിരുന്നു അല്ലെ. അതായത് ABC PQR അല്ലെ. ഓക്കെ, എന്താണ് RHSന്റെ കോൺഗ്രുവൻസി, RHSന്റെ കോൺഗ്രുവൻസി കണ്ടീഷൻ എന്താണ്, അതായത് എന്താണ് RHS നമുക്ക് എങ്ങനെ പറയാം, റൈറ്റ് ആംഗിൾ ഹൈപ്പോട്യൂസ് സൈഡ്. റൈറ്റ് ആംഗിൾ സെയിം ആയിരിക്കണം, പിന്നെ എന്തായിരിക്കണം, ഹൈപ്പോട്യൂസ് ഈക്വൽ ആയിരിക്കണം, പിന്നെ ഏതെങ്കിലും ഒരു സൈഡ്, നമുക്ക് ഇന്ന സൈഡ് എന്നല്ല QR ഉം BC ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ AB PQ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. നമുക്ക് AB PQ ഇല്ല. അതായത് ഈ എന്തെന്ന് എഴുതാം, AB എന്താണ്, ഫസ്റ്റ് റൈറ്റ് ആംഗിൾ അല്ലെ, ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q ഈക്വൽ ടു എത്ര ഡിഗ്രി ആയിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. പിന്നെ എന്തായിരിക്കണം, AC ഈക്വൽ ടു എന്തായിരിക്കണം, PR ആയിരിക്കണം. പിന്നെ എന്തായിരിക്കണം, അതായത് ഹൈപ്പോട്യൂസ് അല്ലെ. പിന്നെ എന്തായിരിക്കണം, AB ഈക്വൽ ടു അതായത് AB ഈക്വൽ ടു എന്തായിരിക്കണം, PQ ആയിരിക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ ട്രയാംഗിൾ ABC എന്തെന്ന് പറയാൻ പറ്റും, കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ PQR ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും തെറ്റാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ കോൺഗ്രുവൻസിയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തായിരുന്നു, ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. ഇവിടെ രണ്ട് ട്രയാംഗിൾ ഞാൻ തന്നിട്ടുണ്ട്, ട്രയാംഗിൾ ABCയും ട്രയാംഗിൾ PQR എന്ന് പറഞ്ഞ രണ്ട് ട്രയാംഗിൾ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടിരിക്കുന്ന ട്രയാംഗിൾ നോക്കുമ്പോൾ മനസ്സിലാവും, ആംഗിൾ എ എന്തിന് ഈക്വൽ ആണ്, ആംഗിൾ ആറിന് ഈക്വൽ ആണ്, ആംഗിൾ ബി എന്തിന് ഈക്വൽ ആണ് അല്ലെ, ആംഗിൾ ബി എന്തിന് ഈക്വൽ ആണ്, ആംഗിൾ പിക്ക് ഈക്വൽ ആണ്, ആംഗിൾ സി എന്തിന് ഈക്വൽ ആണ്, ആംഗിൾ ക്യൂവിന് ഈക്വൽ ആണ്. അതേപോലെ തന്നെ അടുത്ത ഞാൻ പറയാണ്, AB എന്തിന് ഈക്വൽ ആണ്, PR ഈക്വൽ ആണ് അല്ലെ. അടുത്ത BC എന്തിന് ഈക്വൽ ആണ്, BC PQവിന് ഈക്വൽ ആണ് അല്ലെ. AC എന്തിന് ഈക്വൽ ആണ്, AC QR ഈക്വൽ ആണ്. എന്ന ചോദ്യം, ട്രയാംഗിൾ ABC എന്ന് പറയുന്നത് എനിക്ക് കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ PQR എന്ന് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. എഴുതാൻ പറ്റുമോ, അതായത് എനിക്ക് തോന്നിയ രീതിയിൽ എഴുതാൻ പറ്റുമോ, എനിക്ക് തോന്നിയ രീതിയിൽ എഴുതാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിസ്റ്റേക്ക് ആണ്, റോങ് ആണ്. നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അതായത് നമ്മുടെ ട്രയാംഗിൾ കോൺഗ്രുവൻസി പറയുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സും എന്ത് ചെയ്യണം, ഒരേ ഓർഡറിൽ തന്നെ എഴുതണം. അതായത് ഇവിടെ നോക്കി, ട്രയാംഗിൾ ABC ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ PQR ആണ്. അങ്ങനെ ആയിരിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടീഷൻ വരേണ്ടത് ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ എന്താണ്, ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ R ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇത് എന്ത് ചെയ്തായി, മിസ്റ്റേക്ക് ആയി അല്ലെ, റോങ് ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ ട്രയാംഗിൾ ABC എന്തിനായിരിക്കും കോൺഗ്രുവന്റ് ആയിട്ട് വരുന്നത്, നോക്കി, ട്രയാംഗിൾ ABC ആംഗിൾ എന്തിനാണ് ഈക്വൽ ആയിട്ട് വരുന്നത്, ട്രയാംഗിൾ R. ആംഗിൾ B എന്തിനാണ് ഈക്വൽ ആയിട്ട് വരുന്നത്, P അല്ലെ. ആംഗിൾ C എന്തിനായിട്ടാണ് ഈക്വൽ ആയിട്ട് വരുന്നത്, Q ആണ് ഈക്വൽ ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, AB ഈക്വൽ ടു എന്താണെന്ന് കിട്ടും, PR ആണെന്ന് കിട്ടും അല്ലെ. AB ഈക്വൽ ടു PR ആണെന്ന് കിട്ടി, കറക്റ്റ് അല്ല. അടുത്ത BC ഈക്വൽ ടു QR ആണോ, BC ഈക്വൽ ടു
സോറി ബി സി ഈക്വൽ ടു ഇവിടെ എന്താണെന്ന് കിട്ടി പി ക്യൂ എന്ന് കിട്ടും. ഇവിടെ അത് തന്നെ കറക്റ്റ് ആണ്. അടുത്ത എ സി ഈക്വൽ ടു എന്താണെന്ന് കിട്ടും ക്യൂ ആർ ആണെന്ന് കിട്ടും അല്ലെ. അതായത് നിങ്ങൾ നോക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, നമുക്ക് ഏരിയ എന്താണ് ഏരിയക്ക് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം, ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. പക്ഷേ കോൺഗ്രുവൻസി പറയുന്ന സമയത്തും സിമിലാരിറ്റി പറയുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് ട്രയാങ്കിൾ നമ്മൾ എഴുതുമ്പോൾ ആ ഓർഡറിന്, അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർട്ട് എഴുതുന്ന ആ ഓർഡറിന് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ എഴുതുക. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ് എന്തായിട്ട് എഴുതുക, ഈക്വൽ ആയിട്ട് എഴുതുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സ് എന്തായിട്ട് എഴുതുക, കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വരിക. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. സിമിലർ ട്രയാങ്കിൾസ്. നിങ്ങള് ഓക്കെ, ഞാൻ പറഞ്ഞു സിമിലർ ട്രയാങ്കിൾ, രണ്ട് ഫിഗേഴ്സ് സിമിലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ രണ്ടിനും എന്താണ് സെയിം ഷേപ്പ് ആയിരിക്കണമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഈ സിമിലർ ഫിഗേഴ്സിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കാം. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിൾസ് അല്ലേ. സർക്കിൾസ് സെയിം ഷേപ്പ് അല്ലേ. സെയിം ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞു, സിമിലർ ഫിഗേഴ്സ് ആണെന്ന് പറഞ്ഞു. എല്ലാ സർക്കിൾസിനെല്ലാം സെയിം ഷേപ്പ് അല്ലേ വരുന്നത്. അപ്പൊ എല്ലാ സർക്കിൾസും എന്തായിരിക്കും, സിമിലർ ഫിഗേഴ്സ് ആയിരിക്കും അല്ലെ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ റെഗുലർ പോളിഗൺസ്. റെഗുലർ പോളിഗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് റെഗുലർ പോളിഗൺസ് കൊണ്ട് മീൻ ചെയ്യുന്നത്? പോളിഗൺസ് നിങ്ങൾക്ക് അറിയാം, ഒരു ക്ലോസ്ഡ് ഫിഗർ ലൈൻ സെഗ്മെന്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോളിഗൺസ് എന്ന് പറയുന്നത്. റെഗുലർ പോളിഗൺസ് ആണെങ്കിൽ നമുക്ക് പ്രത്യേകത എന്തായിരിക്കും, അതായത് എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുന്ന എന്താണ് പോളിഗൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെഗുലർ പോളിഗൺസ് എന്ന് പറയുന്നത് അല്ലെ. റെഗുലർ പോളിഗൺസിന് എക്സാമ്പിൾ ഏതാണ് നമുക്കറിയാം. ഏറ്റവും ചെറിയ പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏറ്റവും ചെറിയ പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ്സിന്റെ എണ്ണം വെച്ചിട്ട് ഏറ്റവും ചെറുതായിട്ടുള്ളത്, ഏറ്റവും കുറവുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ട്രയാങ്കിൾസ് ആണ്. അപ്പൊ ട്രയാങ്കിൾസിൽ എല്ലാ സൈഡ്സും ഈക്വലും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലെ. അപ്പൊ എല്ലാ ഇക്വലാറ്ററൽ ട്രയാങ്കിളും എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഫോർ സൈഡ് പോളിഗൺ ഏതാണ്, ക്വാഡ്രിലാറ്ററൽ അല്ലെ. ക്വാഡ്രിലാറ്ററിലെ എല്ലാ സൈഡ്സും എല്ലാ ആംഗിളും ഈക്വൽ ആയിട്ട് വരുന്ന ഷേപ്പിന് പറയുന്ന പേരെന്താണ് നമ്മൾ പറയുന്നത്, അതായത് സ്ക്വയേഴ്സ് എന്ന് പറയും അല്ലെ. അപ്പൊ എല്ലാ സ്ക്വയേഴ്സും എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. ഓക്കെ, അപ്പൊ റെഗുലർ പെന്റഗൺ, റെഗുലർ ഹെക്സഗൺ, അങ്ങനെ ഓരോന്നും നമുക്ക് എന്തായിരിക്കും, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ട്രയാങ്കിൾസിന്റെ സിമിലാരിറ്റിയിലേക്ക് വരാം. ഓക്കെ, രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ പി ക്യു ആർ. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഈ സിമിലാരിറ്റിയുടെ സിമ്പിൾ പറഞ്ഞു, നമ്മൾ കോൺഗ്രുവൻസിന്റെ സിമ്പിൾ ഇതായിട്ട് കണക്കല്ലേ എഴുതിയത്. അപ്പൊ നമുക്ക് ഈക്വൽ ടു, ഈ കോൺഗ്രുവൻസിന് ഈക്വൽ ടു ഇല്ലാതെ വരുന്ന ഈ സിമ്പിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇതാണ് സിമിലാരിറ്റിയുടെ സിമ്പിൾ എന്ന് പറഞ്ഞേക്കുന്നത് അല്ലെ. അതായത് ഈ ട്രയാങ്കിൾ പി ക്യു ആർ സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി ആണെന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കണ്ടീഷൻ ആണ്, അതായത് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതായത് ആംഗിൾ എ ഈക്വൽ ടു എന്തായിരിക്കണം, ആംഗിൾ പി ആയിരിക്കണം. ആംഗിൾ ബി ഈക്വൽ ടു എന്തായിരിക്കണം, ആംഗിൾ ക്യൂ ആയിരിക്കണം. ആംഗിൾ സി ഈക്വൽ ടു എന്തായിരിക്കണം, ആംഗിൾ ആർ ആയിരിക്കണം. ഇത് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് കോൺഗ്രുവൻസി പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾസും കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞു. സിമിലാരിറ്റി ആണെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ അത് തന്നെയാണ്, എന്താണ്, ആംഗിൾസ് എന്തായിരിക്കണം, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. ഈ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറസ്പോണ്ടിങ് ആംഗിൾസ്, കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ. ഓക്കെ, കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈക്വൽ ആയിരിക്കണം. കറസ്പോണ്ടിങ് സൈഡ്സ് ഏതൊക്കെയാണ്, എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ഏതാണ്, പി ക്യൂ. അതിന്റെ റേഷ്യോ എന്തെന്ന് എഴുതാൻ പറ്റും നമുക്ക്, എ ബി ബൈ എന്തെന്ന് എഴുതാൻ പറ്റും, പി ക്യൂ അല്ലെ. അടുത്ത കറസ്പോണ്ടിങ് സൈഡ് ഏതൊക്കെയാണ്, ബി സിയും ക്യൂ ആറും അല്ലെ. അതിന്റെ റേഷ്യോ എങ്ങനെ എഴുതാൻ പറ്റും, ബി സി ബൈ എന്തെന്ന് എഴുതാൻ പറ്റും, ക്യൂ ആർ എന്ന് എഴുതാൻ പറ്റും അല്ലെ. അടുത്ത കറസ്പോണ്ടിങ് സൈഡ്സ് ഏതൊക്കെയാണ്, എ സിയും പി ആർ. അപ്പൊ അതിന്റെ റേഷ്യോ എന്തെന്ന് എഴുതാൻ പറ്റും, എ സി ബൈ പി ആർ. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂന്ന് റേഷ്യോ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം അല്ലെ. ഇപ്പൊ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയിരിക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അടുത്ത സെക്ഷൻ ആണ് നമുക്ക് പോകാം, ക്രൈറ്റീരിയ ഫോർ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് അല്ലെ. രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിലുള്ള ക്രൈറ്റീരിയ നമുക്ക് പറയണം അല്ലെ. അപ്പൊ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞായിരുന്നു. രണ്ട് ട്രയാങ്കിൾസ്, അതായത് എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്. അടുത്ത ട്രയാങ്കിൾ ഏതാണ്, പി ക്യു ആർ എന്ന് പറഞ്ഞ അടുത്ത ട്രയാങ്കിൾ ഉണ്ട് അല്ലെ. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആവുമെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ, ട്രയാങ്കിൾ എ ബി സി സിമിലാരിറ്റിയുടെ സൈൻ അറിയാലോ, ട്രയാങ്കിൾ പി ക്യു ആർ ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം അല്ലെ. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. അറിയണമെങ്കിൽ തന്നെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം അല്ലെ. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി ആയിരിക്കണം അല്ലെ. അടുത്തത് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ ആയിരിക്കണം. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ ആയിരിക്കണം അല്ലെ. അത് കണക്ക്
AB by PQ equal to BC by QR equal to AC by PR. ഓക്കെ, ഇനി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഞാൻ കോൺഫിഡൻസിന്റെ കേസ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അല്ലെ, നമുക്ക് കുറച്ച് കണ്ടീഷൻ ഇവിടെ ഈ പറയുന്ന 4 കണ്ടീഷനും കറക്റ്റ് സാറ്റിസ്ഫൈ ആണെങ്കിൽ രണ്ട് ട്രയാങ്കിൾ നമുക്ക് സിമിലർ ആണ് നമ്മൾ പറഞ്ഞത്. അതായത് കോൺഫിഡൻസി നമ്മൾ 6 കണ്ടീഷൻ എഴുതിയാണ് അല്ലെ. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. അതിന് കുറച്ച് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, 6 ഒരുമിച്ച് സാറ്റിസ്ഫൈ ആകാൻ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ കോൺഫിഡൻസി ആണെന്ന് പറഞ്ഞു. അതായത് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, കോൺഫിഡന്റ് ആണെന്ന് പറയാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ക്രൈറ്റീരിയ ആണ് AA ക്രൈറ്റീരിയ ഓർ ആംഗിൾ AA ക്രൈറ്റീരിയ. A ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ആംഗിൾ അല്ലെങ്കിൽ AA ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ആംഗിൾ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്, PQR എന്ന് പറഞ്ഞ ട്രയാങ്കിളും ഉണ്ട്. ഈ ട്രയാങ്കിളിലെ രണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ രണ്ട് ട്രയാങ്കിളിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, സിമിലർ ആണെന്ന് പറയാൻ പറ്റും. നോക്കിയാൽ മതി, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ആണ്. ഏതെങ്കിലും രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിട്ട് വന്നാൽ മതി, ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, സിമിലർ ആണെന്ന് പറയാൻ പറ്റും. അതായത് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഈ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി എന്നും ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്നും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ട്രയാങ്കിൾ ABC സിമിലർ ടു എന്തെന്ന് പറയാൻ പറ്റും, ട്രയാങ്കിൾ PQR ആണെന്ന് പറയാൻ പറ്റും. ഞാൻ ഇതിന് എന്തുകൊണ്ടാണ് AA ക്രൈറ്റീരിയ എന്ന് എഴുതിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ആംഗിൾ ക്രൈറ്റീരിയ എന്ന് എഴുതിയെന്ന് എന്താണെന്ന് മനസ്സിലായോ? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് രണ്ട് ആംഗിൾസ് ഉണ്ടല്ലോ, ആംഗിൾ എയും ആംഗിൾ ബി ഇവിടെ ഈക്വൽ ആണെന്നോ അല്ലെ, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി എന്ന് കിട്ടി, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി ആംഗിൾ ആർ ഈക്വൽ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് ഒരു ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടും, 180 ഡിഗ്രി കിട്ടും അല്ലെ. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ എത്ര കിട്ടും, 180 ഡിഗ്രി കിട്ടും. അതാണ് ഇവിടെ കിട്ടൂലേ, ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ആർ ഈക്വൽ എത്ര കിട്ടും, 180 ഡിഗ്രി കിട്ടും അല്ലെ. അപ്പൊ ആംഗിൾ സി ഈക്വൽ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും, 180 മൈനസ് അല്ലെ, ഇത് പുറത്തോട്ട് പോകുമ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് കിട്ടും അല്ലെ. ഈ 180 മൈനസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ആംഗിൾ എക്ക് വരാം ആംഗിൾ പിനും ആംഗിൾ ബിക്ക് വരാമെന്ന് എഴുതാം, ആംഗിൾ ക്യൂ എന്ന് എഴുതാം അല്ലെ. ഇനി അതേ കണക്ക് ഓക്കെ നമുക്ക് നോക്കി ആംഗിൾ ആർ ഈക്വൽ എന്തെന്ന് എഴുതാൻ പറ്റും, 180 മൈനസ് അല്ലെ, ഈ രണ്ടാമത്തെ ഇക്വേഷൻ 180 മൈനസ് ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ആംഗിൾ സിയുടെ വാല്യൂ എന്താണ്, 180 മൈനസ് ആംഗിൾ പി പ്ലസ് ക്യൂ. ആംഗിൾ ആറിന്റെ വാല്യൂ എന്താണ്, 180 മൈനസ് ആംഗിൾ പി പ്ലസ് ക്യൂ. രണ്ട് ഈക്വൽ അല്ലേ, അതായത് രണ്ട് ഈക്വൽ ആണ്. അതായത് ഒരു രണ്ട് ട്രയാങ്കിളില് രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ മൂന്നാമത്തെ കറസ്പോണ്ടിങ് ആംഗിൾ എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈക്വൽ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ട്രയാങ്കിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആംഗിൾ ക്രൈറ്റീരിയ. എന്താണ് ആംഗിൾ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് ട്രയാങ്കിൾ ഉണ്ട്, ആ രണ്ട് ട്രയാങ്കിളിന്റെ രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. ഓക്കെ, ഇനി രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയി കഴിഞ്ഞല്ലോ. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ ബാക്കിയുള്ള പാർട്സ്, അതായത് എന്താണ് ഇപ്പൊ ഇനിയുള്ള ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ട്രയാങ്കിൾ നമുക്ക് ആകെ രണ്ട് കണ്ടീഷനേ ഉള്ളൂ, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പിയും ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ. ഇനിയുള്ളത് ആംഗിൾ സി ഈക്വൽ ടു എന്തായിരിക്കും, രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയിക്കഴിഞ്ഞല്ലോ. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് എ ബി ബൈ പി ക്യൂ ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ ഈക്വൽ ടു എ സി ബൈ പി ആർ അല്ലേ. നമുക്ക് രണ്ട് ട്രയാങ്കിൾ കോൺഫ്ലുവന്റ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ പഠിച്ചിട്ടുണ്ടായിരുന്നു, 9th പഠിച്ചിട്ടുണ്ടായിരുന്നു. CPCT അല്ലെ, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഫ്ലുവന്റ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ കണക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇവിടെ എന്താണ് ഇത്, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് എന്ത് ട്രയാങ്കിൾസ് ആണ്, സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, അതിനെ അബ്രിവിയേറ്റ് ചെയ്ത് CPST നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ, രണ്ടാമത്തെ ക്രൈറ്റീരിയ ആണ് SSS ക്രൈറ്റീരിയ. എന്താണ് SSS ക്രൈറ്റീരിയ? കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്, സൈഡ് അല്ലെ. രണ്ട് ട്രയാങ്കിൾ ഉണ്ട്, ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്, അടുത്ത ട്രയാങ്കിൾ ആണ് PQR. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇവിടെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരണോ, വേണ്ട. സിമിലർ ട്രയാങ്കിൾസ് അത് വേണ്ട,
കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ രണ്ട് ട്രയാങ്കിൾ എന്താണെന്ന് പറയാൻ പറ്റും, സിമിലർ ആണെന്ന് പറയാൻ പറ്റും. ആ ക്രൈറ്റീരിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, SSS ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതായത് ഈ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും പറഞ്ഞേ, AB/PQ അല്ലെ ഈക്വൽ ടു നമുക്ക് അടുത്തേതാണ് BC/QR ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും, AC/PR. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ ABC സിമിലർ ടു എന്തെന്ന് എഴുതാൻ പറ്റും, ട്രയാങ്കിൾ PQR ആണെന്ന് എഴുതാൻ പറ്റും. ഏത് സിമിലാരിറ്റിയാണ്, SSS സിമിലാരിറ്റി അല്ലെ. ഇനി രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയി. ഇനി നമുക്കിവിടെ ട്രയാങ്കിൾ സിമിലർ ആണെങ്കിലുള്ള കണ്ടീഷൻസ് എന്താണ്, സൈഡ്സ് എന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും, അതേപോലെ എന്താണ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആംഗിൾസ് നമുക്ക് ഇവിടെ ട്രയാങ്കിൾസ് സിമിലർ ആണ് കിട്ടിയ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ആംഗിൾസ് ഈക്വൽ ആണ് എഴുതാൻ പറ്റും അല്ലെ. ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P, ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q, ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ R. എന്നിട്ട് നമ്മൾ എന്തെന്ന് പറയാൻ പറ്റും, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ആർ ഈക്വൽ, CPST എന്ന് പറയാൻ പറ്റും. അടുത്ത ഒരു ക്രൈറ്റീരിയ കൂടെ ഉണ്ട്. മൂന്നാമത്തെ ക്രൈറ്റീരിയ ആണ് SAS ക്രൈറ്റീരിയ. എന്താണ് SAS ക്രൈറ്റീരിയ? അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് SAS ക്രൈറ്റീരിയ എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് നോക്കാം, ട്രയാങ്കിൾ ABC ഉണ്ട്, ട്രയാങ്കിൾ PQR ഉണ്ട് അല്ലെ. അങ്ങോട്ട് വരയ്ക്കും. വേറെ എണ്ണം എടുക്കാം, ട്രയാങ്കിൾ XYZ ഉം ട്രയാങ്കിൾ MNO. SAS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കണം. രണ്ട് സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് XY ബൈ ഇവിടുത്തെ സൈഡ് MN ഈക്വൽ ടു XZ ബൈ MO അല്ലെ. രണ്ട് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആയി. നോക്കി SAS എന്നാണ് എഴുതിയിരിക്കുന്നത്. SAS-ന്റെ മീനിങ് എന്താണ്, സൈഡ് ആംഗിൾ സൈഡ് അല്ലെ. അപ്പൊ രണ്ട് സൈഡ്സിന്റെ റേഷ്യോ എന്തായി, ഈക്വൽ ആയി. ആ രണ്ട് സൈഡ്സിനും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ആംഗിൾസ് എന്തായിരിക്കണം, ഈക്വൽ ആയിട്ട് വരണം. അപ്പൊ XY-നും നമ്മൾ ഈക്വൽ റേഷ്യോ എഴുതിയിരിക്കുന്നത് XY-യുടെ അടുത്തത് XZ അല്ലെ. അപ്പൊ ഈ രണ്ട് സൈഡിന് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിന് കോമൺ ആയിട്ടുള്ള ആംഗിൾ ഏതാണ്, ആംഗിൾ X. അടുത്ത ഇവിടെ ഏതെങ്കിലും എഴുതിയിരിക്കുന്നത് MN MO. ഈ രണ്ട് സൈഡിന് കോമൺ ആയിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്, ആംഗിൾ M. അതായത് ആംഗിൾ X ഈക്വൽ എന്താണ്, ആംഗിൾ M അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കും, സിമിലർ ആയിരിക്കും അല്ലെ. ട്രയാങ്കിൾ XYZ സിമിലർ ടു ട്രയാങ്കിൾ XYZ സിമിലർ ടു എന്തെന്ന് എഴുതാൻ പറ്റും, ട്രയാങ്കിൾ MNO എന്ന് എഴുതാൻ പറ്റും അല്ലെ. ഇതാണ് SAS സിമിലാരിറ്റി എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സൈഡ് ആംഗിൾ സൈഡ്. നിങ്ങൾ എപ്പോഴും തിരിഞ്ഞു പോകരുത്, SSI എന്ന് പറഞ്ഞ ഒരു സിമിലാരിറ്റി ക്രൈറ്റീരിയൻ ഇല്ല, കോൺഗ്രുവൻസി ക്രൈറ്റീരിയനും ഇല്ല. SSI എന്ന് പറഞ്ഞാൽ സൈഡ് ആംഗിൾ, അതായത് രണ്ട് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കണം, ഏതെങ്കിലും ഒരു ആംഗിൾ ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ഒരു സിമിലാരിറ്റി ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് SAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം, രണ്ട് സൈഡ്സും അതിന് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആംഗിൾ തന്നെ ഈക്വൽ ആയിരിക്കണം. ഏതെങ്കിലും ആംഗിൾ ഈക്വൽ ആയ പോരാ, ആ രണ്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള ആംഗിൾ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ മൂന്ന് ക്രൈറ്റീരിയ നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ A ക്രൈറ്റീരിയ, ആംഗിൾ ക്രൈറ്റീരിയ. എന്താണ് ആംഗിൾ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് ട്രയാങ്കിളിലെ ഏതെങ്കിലും രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് ട്രയാങ്കിളും എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. അതാണ് A ക്രൈറ്റീരിയ അല്ലെ. രണ്ടാമത്തെ നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്രൈറ്റീരിയ നമ്മൾ പഠിച്ചത്, SSS ക്രൈറ്റീരിയ അല്ലെ. ഏതെങ്കിലും രണ്ട് ട്രയാങ്കിളിലെ മൂന്ന് സൈഡ്സിന്റെയും റേഷ്യോ നമുക്ക് ഈക്വൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ആ രണ്ട് ട്രയാങ്കിളും നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും, സിമിലർ ആണെന്ന് പറയാൻ പറ്റും. മൂന്നാമത് പഠിച്ചാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞേക്കുന്നത്, SAS ക്രൈറ്റീരിയ അല്ലെ. SAS ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് ട്രയാങ്കിളില് കറസ്പോണ്ടിങ് സൈഡ്, ഏതെങ്കിലും രണ്ട് കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കണം. ആ രണ്ട് കറസ്പോണ്ടിങ് സൈഡ്സിന്റെയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആംഗിളും എന്തായിരിക്കണം, ഈക്വൽ ആയിട്ട് വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ രണ്ട് ട്രയാങ്കിളും എന്താണെന്ന് പറയാൻ പറ്റും, സിമിലർ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ മൂന്ന് ക്രൈറ്റീരിയ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുക. നമുക്ക് ഇനി അടുത്തത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം.